റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF സർക്കാരിലെ വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി പരസ്യമാക്കി CMP. സഹകരണവും തുറമുഖ വകുപ്പും വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. സഹകരണ മേഖലയ്ക്ക് ഇന്ന് കാണുന്ന അന്തസ്സുണ്ടാക്കിയത് CMP ആണെന്നും CN വിജയകൃഷ്ണൻ പറഞ്ഞു. CMPക്ക് ഏത് വകുപ്പ് കിട്ടുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ള. സഹകരണ വകുപ്പ് കിട്ടണ്ടേ? സഹകരണ വകുപ്പ് വലിയ ക്രൈസിസാണ്. ഇതിൽ ഏറ്റവും വലിയ ക്രൈസിസ് ഉള്ളത് സഹകരണ മേഖലയാണ്. നിങ്ങൾക്കറിയാം, 10 കൊല്ലമായിട്ടുണ്ടാക്കി കേരള ബാങ്ക് അന്ന് തുടങ്ങി സഹകരണ മേഖലേൻ്റെ നാശം. അത് മാറ്റിയെടുക്കാൻ UDF ശ്രമിച്ചാൽ മതി, ജില്ലാ ബാങ്കുകൾ കൊണ്ടുവന്നാൽ മതി. അതൊക്കെ വളരെ പെട്ടെന്ന് കഴിയുന്നതാണ്. ഈ കേരള ബാങ്ക് വെച്ചിട്ട് ഈ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ ചോദിച്ചത് സഹകരണവും തുറമുഖമായിരുന്നു, കിട്ടിയതാണ്. ഇനി ഇതെങ്ങനെ ബെറ്റർ ആക്കിയിട്ട് നടത്തി കൊടുക്കാൻ കഴിയുമെന്ന ആളുകളെ കയ്യിൽ കാട്ടിക്കൊടുക്കലാണ് CMPയെ സംബന്ധിച്ചിടത്തോളം. അതുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ഷഹദ് റഹ്മാനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ് റഹ്മാൻ, CN വിജയകൃഷ്ണൻ പറഞ്ഞത് സഹകരണം തുറമുഖം MB രാഘവൻ്റെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. സഹകരണ മേഖലയിലും MB രാഘവൻ കൊണ്ടുവന്ന ചില നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ചോദിച്ചു, രണ്ടും കിട്ടിയില്ല. ആകെ കിട്ടിയിരിക്കുന്നത് സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിലൂടെ നഷ്ടത്തിലായി മാറാൻ പോകുന്ന KSRTC മാത്രമാണ്. ഈ അതൃപ്തിയാണോ ഇപ്പോൾ CN വിജയകൃഷ്ണൻ പരസ്യമാക്കിയത്? ഷഹദ്, ഡോക്ടർ അരുൺ, ഈ CMPയെ സംബന്ധിച്ചിടത്തോളം CMP കാലങ്ങളായി കൈകാര്യം ചെയ്തു വരുന്ന വകുപ്പാണ് സഹകരണ വകുപ്പും ഒപ്പം തന്നെ തുറമുഖ വകുപ്പും. അപ്പോൾ ഈ UDF അധികാരത്തിലേറുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ CMP ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് മുന്നണിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾക്ക് സഹകരണ വകുപ്പോ അല്ലെങ്കിൽ തുറമുഖ വകുപ്പോ ഈ ഏതെങ്കിലും ഒരു വകുപ്പ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. മാത്രവുമല്ല, അതായത് ഈ ഗതാഗത വകുപ്പാണ് ഇപ്പോൾ CP ജോണിന് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് നമുക്കറിയാം, എപ്പോഴും വിവാദങ്ങളിൽപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. ആ ഗതാഗത വകുപ്പ് കിട്ടുന്ന സമയത്ത് അത് ഇനി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് ആലോചിക്കണം എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് ഈ സഹകരണ വകുപ്പ് സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രതിസന്ധി അനുഭവിച്ചിരുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പിന് ഇപ്പോൾ കാണുന്ന ഒരു മുഖം നൽകിയിട്ടുള്ളത് CMP ആണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിഗണന ലഭിക്കണമായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. മാത്രവുമല്ല, ഞങ്ങളുടെ പാർട്ടി ആ പാർട്ടിയുടെ വലുപ്പം അനുസരിച്ചുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലൊരു അവഗണന പാർട്ടിക്കുണ്ടായി എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കിട്ടിയ വകുപ്പ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ആലോചനയിലാണ് CMP ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ CP ജോൺ കരുതിയിരുന്നത് സഹകരണവും തുറമുഖവും തന്നെ ഏൽപ്പിക്കുമെന്നാണ്. CP ജോണിന് പ്രാപ്തിയുള്ള നേതാവും തന്നെയാണ്, പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ. പക്ഷേ കിട്ടിയിരിക്കുന്നത് KSRTC. അതിലാണെങ്കിൽ 112 കോടി രൂപയിലധികം നഷ്ടം വരും 3 മാസം കൊണ്ട്. ഇതാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യയാത്ര ജൂൺ 15-ാം തീയതി കഴിഞ്ഞ് അനുവദിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുവേ നഷ്ടത്തിലായ KSRTCയെ ലാഭത്തിലാക്കാൻ ഇനി ഇരട്ടിപ്പണി എടുക്കണമെന്ന് മാത്രമല്ല, സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ എത്രയാണ് നഷ്ടം വരാൻ പോകുന്നത്, അത് എങ്ങനെ നികത്തും, സ്റ്റേറ്റിൽ നിന്ന് എത്രമാത്രം പണം കിട്ടും, ഇതൊക്കെയാണ് ഇപ്പോൾ CP ജോണിൻ്റെ തലയിലൂടെ പോകുന്നത്. വിഴിഞ്ഞവും സഹകരണവും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട മന്ത്രിയാണ്.